ഹായ്. ഇന്ന് നമ്മളെ ലീഗുകാർ നിർമ്മിച്ചു കൊടുക്കുന്ന വീടിൻ്റെ ഉദ്ഘടിക്കലാണല്ലോ, അങ്ങനെ തന്നെ പറയാം. അതിൻ്റെ താക്കോൽ കൈമാറ്റം ഇന്നാണല്ലോ. അതിൻ്റെ കൂടെ വന്ന ഒരു മോശമായിട്ടുള്ള ഒരു സെൻറ്റൻസാണ് എന്തെന്നറിയോ? 2 വർഷമായിട്ടും വാസയോഗ്യമാക്കാൻ കഴിയാത്ത വീട് നിർമ്മിക്കുന്ന സർക്കാർ അപമാനം. അപമാനമാണത്രേ സർക്കാർ. എടോ ലീഗുകാരെ, നിങ്ങൾ കൊടുത്തത് നല്ല കാര്യം തന്നെയാണ്. അതിൻ്റെ കൂടെ സർക്കാരിനെ മോശപ്പെടുത്തി കാണേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കൊടുത്തത് വെറും വീടാണ്, അതൊരു സഹായമാണ്. പക്ഷെ സർക്കാർ കൊടുക്കുന്നത് ഒരു ടൗൺഷിപ്പാണ്, കംപ്ലീറ്റ് ടൗൺഷിപ്പാണ് അല്ലേ? നിങ്ങളെ വീട് കൊടുക്കലും ഒരു ടൗൺഷിപ്പ് കൊടുക്കലും രണ്ടും രണ്ടാണ് അല്ലേ? അതിനെ രണ്ടിനെയും നിങ്ങൾ ഒരേ ദിശയിൽ കാണരുത്. നിങ്ങൾ വെറും വീടാണ് കൊടുത്തത്. ഈ വയനാട്ടിലെ മനുഷ്യർക്ക് വെറും വീട് മാത്രമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് അവരുടെ ഒരു നഗരമാണ് നഷ്ടപ്പെട്ടത്, അവർക്ക് ജോലിയാണ് നഷ്ടപ്പെട്ടത്, സ്കൂളാണ് നഷ്ടപ്പെട്ടത്, അവർക്ക് അവരുടെ ചുറ്റുപാടാണ് നഷ്ടപ്പെട്ടത് ദുരന്തത്തിൽ. നിങ്ങൾ അവർക്ക് നൽകുന്നത് വീടാണ്. നിങ്ങൾ നൽകിയ വീടിനെ വില കുറച്ച് കാണുമല്ലേട്ടോ. ഇനി അങ്ങനെയും ചിന്തിക്കും ചില വിവേകമില്ലാത്ത മനുഷ്യർ. നിങ്ങൾ കൊടുത്തത് ഏറ്റവും വലിയ സഹായമാണ്, അതിന് സഹായം എന്ന് പറയണം. പക്ഷേ സർക്കാർ നൽകുന്നത് പുനരധിവാസമാണ്. പുനരധിവാസം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരെ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. അതാണ് പുനർനിർമ്മാണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാണ്ട് ഒരു വീട് കൈമാറലല്ല. ഈ പുനരധിവാസത്തിൽ നമുക്ക് എന്തൊക്കെ വേണം? വീട് പ്ലസ് വൈദ്യുതി പ്ലസ് റോഡ് പ്ലസ് ജോലി, അങ്ങനെ പ്ലസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് പുനർനിർമ്മാണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാണ്ട് നിങ്ങളെപ്പോലെ വെറും വീടുണ്ടാക്കിയിട്ട് കൈമാറലല്ല. ആ വീടും ഇന്ന് വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് വലിയൊരു ആശ്വാസമാണ് അല്ലേ? കയറിയിരിക്കാൻ ഒരു വീടില്ലാത്തവന് ഒരു വീട് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതിന്ന് മനുഷ്യർക്കുണ്ടാകും. എന്ന് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത വീടിന്റെ കൂടെ സർക്കാർ ഒന്നും അല്ലാതായി മാറുന്നൊന്നുമില്ല. അത് നിങ്ങളെപ്പോലെ രാഷ്ട്രീയം തലക്ക് പിടിച്ച അന്ധമായ രാഷ്ട്രീയമുള്ളവർക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ കഴിയൂ. സർക്കാർ ഒരു പൂർണ്ണ പുനരധിവാസമാണ് അവർക്ക് നേടിക്കൊടുക്കുന്നത്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാണ്ടാണ് നിങ്ങൾ ഈ ഒരു സെന്റൻസ് അവിടെ കൊടുക്കാൻ കാരണം അല്ലേ? നിങ്ങൾ ഈ ഒരു സെന്റൻസിലൊന്നും സർക്കാരിന്റെ വീട് ഉദ്ദേശിച്ചിരിക്കുന്നവർ നിരാശപ്പെടൂല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. സർക്കാരിന്റെ വീട് വാസയോഗ്യമാകാൻ താമസം വരുന്നുണ്ടാവും. അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അതിൽ എന്തൊക്കെയുണ്ടോ അതിൻ്റെതായ പരിശോധനകൾ അതിൽ നടത്തണം അല്ലേ? നിങ്ങൾ വീണ്ടും പറയട്ടെ, നിങ്ങൾ വെറും വീടാണ് കൈമാറിയത് അല്ലേ? ഒരു വീട് കൊടുക്കൽ എന്ന് പറഞ്ഞാൽ അതൊരു സഹായമാണ്. പക്ഷെ സർക്കാർ ഒരു പുനർനിർമ്മാണമാണ്, പഴയതുപോലത്തെ ഒരു പുനരധിവാസമാണ് സർക്കാർ ഒരുക്കുന്നത്. ഈ പുനരധിവാസത്തിൽ എന്തൊക്കെയുണ്ട്? ഒഴിവ് കിട്ടുമ്പോന്നേ പുനരധിവാസവും വീട് കൊടുക്കലും രണ്ടും രണ്ടാണ്. അതൊന്ന് താരതമ്യം ചെയ്ത് നോക്കണേ. സമയം കിട്ടുമ്പോൾ നോക്കിയാൽ മതി. ഈ പുനരധിവാസവും വീട് കൊടുക്കലും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ വിമർശിക്കണം. പിന്നെ ന്യായീകരണ വീഡിയോ ആയിട്ട് വന്നു എന്ന് പറയുന്ന മനുഷ്യരോട് ഒരൊറ്റ കാര്യം പറയട്ടെ, ന്യായീകരിക്കേണ്ട കാര്യങ്ങൾ ന്യായീകരിക്കണം. വിവേകമില്ലാത്തവർ കാണിക്കുന്നതിനെ വിവേകമുള്ളവർ അതിനെ അതിൻ്റെതായ ലെവലിൽ കൊണ്ടെത്തിക്കണം അല്ലേ? അല്ലാണ്ട നിങ്ങളെപ്പോലെ വിവരമില്ലാത്ത രാഷ്ട്രീയം തലക്ക് പിടിച്ച ആളുകൾ പറയുന്നത് തന്നെയാണ് ശരിയെന്ന് ആരും അങ്ങനെ കരുതാൻ പാടില്ലല്ലോ. അപ്പോൾ അതിനെ രണ്ടും രണ്ടായിട്ട് കാണണം. വീണ്ടും പറയട്ടെ, ലീഗ് കൊടുത്തത് വീട് മാത്രമാണ്, സർക്കാർ കൊടുക്കുന്നത് പൂർണ്ണ പുനരധിവാസമാണ്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഓക്കെ, ഫൈൻ.